ചൈനയ്ക്ക് ഇന്ത്യൻ സാധനങ്ങളില്ലാതെ മുന്നോട്ട് പോകാൻ സാധിക്കും. പക്ഷെ വരാനുള്ള സമയത്ത് ഇന്ത്യക്ക് ചൈനീസ് സാധനങ്ങളില്ലാതെ മുന്നോട്ട് പോകാൻ കഴിയില്ല. ഇതുണ്ടാക്കിയെടുക്കുക എന്നത് ചൈനയുടെ ആവശ്യമാണ്. അവർക്ക് മാർക്കറ്റ് എക്സ്പ്ലോർ ചെയ്തേ മതിയാവത്തുള്ളൂ. പ്രത്യേകിച്ച് ഇന്ത്യ പോലെ ഒരു മാർക്കറ്റ് അവർക്ക് കിട്ടുവാണെങ്കിൽ അവരുടെ എക്കോണമിക്ക് അത് ഏറ്റവും വലിയ സക്സസ് ആയിരിക്കും. ഇന്ത്യയിലിരിക്കുന്ന വിദേശ പണം, അതായത് നമ്മുടെ ഫോറിൻ എക്സ്ചേഞ്ച് മുഴുവനും അടിച്ചു മാറ്റാൻ വേണ്ടിയാണ് ചൈന വരുന്നത്. അത് മോദി ഗവൺമെൻറ് അവരുടെ കൂട്ടരും പ്രോപ്പറായിട്ട് അറിഞ്ഞോ അറിയാതെ എനിക്കറിയില്ല, പക്ഷേ അണ്ടർ പ്രഷറിലാണ് ഇതൊക്കെ ചെയ്യുന്നത്. ഇതിലുണ്ടാകുന്ന ഭവിഷ്യം, അതായത് ആപത്തെന്ന് പറയുന്നത് ദുരുവ്യാപകമായ പ്രത്യാഘാതം ഇന്ത്യൻ ഇൻഡസ്ട്രിക്കും ഇന്ത്യൻ എക്കോണമിക്കും ഇന്ത്യൻ ഫോറിൻ എക്സ്ചേഞ്ചിനെയും ബാധിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. അതിന് കുഴലൂത്ത് നടത്തി ചൈന ലാൻഡ് തന്നു, ചൈന ഇത് ചെയ്തു, ചൈന ബായി എന്നൊക്കെ പറയുന്ന BJP ഡെലിഗേറ്റ്സും BJPയും അതേപോലെ RSSൻ്റെ ആൾക്കാർ, അതായത് ചൈനീസ് ഡെലിഗേഷനെ, പൊളിറ്റിക്കൽ പാർട്ടി ഡെലിഗേഷനെ വിളിച്ച് അവരിരുത്തി ഉണ്ടാക്കിയെടുക്കുന്ന ഒരു ഇമേജ്, അതിൻ്റെ ഭാഗമായിട്ട് മാത്രം കണ്ടാൽ മതി. ഇത് ഇന്ത്യക്ക് നെഗറ്റീവായിരിക്കും. ഇന്ത്യയുടെ ഗ്രോത്ത് എന്ന് പറഞ്ഞ് നെഗറ്റീവിലോട്ട് പോകുന്നു. അതിന് ഏറ്റവും പൊട്ടൻഷ്യലായിട്ടുള്ള പ്രധാനപ്പെട്ട ഉദാഹരണമാണ് ചൈന എന്ന് പറയുന്നത്. ഇന്ത്യയെ എക്കണോമിക്കലി, അതായത് നമ്മുടെ ഇവിടെ ഉണ്ടാക്കുന്ന ഉൽപ്പാദനം മുഴുവനും ബുൾഡോസ് ചെയ്ത് നശിപ്പിക്കാൻ കയറി വരുന്നു. അതിൻ്റെ ക്ലാസിക് എക്സാമ്പിളാണ് ഈ മീറ്റിംഗ്. ഇതിൽ വരാൻ കുറച്ച് ദിവസം കഴിയുമ്പോൾ ഇതിൻ്റെ ഇമ്പാക്റ്റ് നമുക്ക് നേരിട്ട് അനുഭവിക്കാൻ സാധിക്കും.